നീലിമേ, അയാളെ ഹോട്ടലിനടുത്തേക്കൊന്നും കൊണ്ടുപോകല്ലേ? അറിയാതെ നീലിമ ഉദ്ദേശിച്ചത് ഹോട്ടലിൽ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ പറപ്പിക്കുന്ന കാര്യമല്ല. അതായത് ഈ പൊരിച്ച വേണ്ട, മതി. വേണ്ട മതി. സത്യമാ ജയേട്ടാ, എല്ലാ ദോഷങ്ങളും മാറാൻ ശിവപ്പണിക്കര് ജപിച്ചായിരുന്ന ഒരു ചരട് കെട്ടിയാൽ മാത്രം മതി. ദേ, ഇവളുടെ അരയിലെ 4 ചരട കെട്ടിയിരിക്കുന്നത്. അതും കെട്ടി നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ കമ്പനിയുടെ ജനറൽ മാനേജരാ ഇവള്. പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറയും പോലെ ഉടൻ തന്നെ ഫലം കണ്ടു. ഇനി ഒരു ചെറിയ ആഗ്രഹം കൂടി എന്റെ മോൾക്കുള്ളൂ. അത് ഞാൻ കുഞ്ഞോളോട് പറഞ്ഞിട്ടുണ്ട്. ദൈവോധം നടത്തി തരുമെന്നാ എന്റെ വിശ്വാസം. ചായ ചായ വേണ്ട. മനസ്സാകെ തകർന്ന ജോൾസിനെ കാണാൻ വേണ്ടി പോവുക എന്റെ കുഞ്ഞോട്. ഈ സമയത്ത് ചായ ഒന്നും ഇറങ്ങത്തില്ല. എന്തോ ഒരു അപകടം എനിക്കും തോന്നി. കാലദോഷം വരുമ്പോ നീർക്കോലിയും തലയെടുക്കുമെന്ന അല്ലേ? ബാടിങ്ങോട്ട് വരാൻ. നീർക്കോലിയുടെ കഥ പറയാൻ കൊണ്ടുപോവാ. നീലിമേ, രമയുടെ സമയദോഷം മാറുമെന്ന് തോന്നുന്നില്ല. ഇനി എത്ര ചരട് ജപിച്ച് കെട്ടിയാലും ശരി. ചിന്നൂനെയും കൊണ്ടാണ് രമ പോയിരിക്കുന്നത്. എങ്ങനെങ്കിലും ചിന്നൂനെ അവിടുന്ന് രക്ഷിക്കണം. ചിന്നു, ചിന്നു, സാറ് വിളിക്കുന്നു. ദേ പോയി. സർ, എനിക്ക് വല്ലാത്തൊരു ദാഹം. കുറച്ച് വെള്ളം കൊണ്ടുവാ. ജയേട്ടാ, ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട, ചിന്നു കൊണ്ടുവന്നാ മതി. അതാകുമ്പം വിശ്വസിച്ച് കുടിക്കാമല്ലോ. അമ്മേ, പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അമ്മ കൊണ്ടുവരുന്ന വെള്ളം വിശ്വസിച്ചു കുടിക്കാൻ പറ്റൂലെന്ന്. അപ്പൊ അവള് കൊണ്ടുവരുന്നതോ വിശ്വസിച്ചു കുടിക്കാൻ പറ്റുമെന്നാണോ? അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ആ, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. അല്ല കുഞ്ഞോളെ, ഞാനും കൂടി വരണോ ജോൾസിന്റെ അടുത്തേക്ക്? വേണ്ട. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. ഞാനും വരും. നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടാച്ചാ. എന്തോ പുകയുന്നുണ്ട്. എവിടെ നോക്കട്ടെ. ഇങ്ങോട്ട് ഇവിടെ ഇരി. അതൊന്നും അല്ലാന്ന്. ഈ വീട്ടില് അതാണോ? അത് പോലെ കത്തട്ടെ. ഇടി കത്തുന്ന പോരെന്ന് കഴുക്കോല് ഊരി എടുക്കുന്ന ഒരു പ്രത്യേക സുഖാ. അതെ, ഊരി എടുക്കുന്നവനെ അറിയാൻ പറ്റൂ. ഒന്നും പറ്റിയില്ല മോളെ. ഒന്നും പറ്റാൻ ഭഗവാൻ അനുവദിച്ചില്ല. ഭഗവാൻ കാത്തു. എന്താ ദാസേട്ടാ, ഇവിടെ പ്രധാനമന്ത്രി വല്ലതും വരുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ മുഴുവൻ പോലീസുകാരാണല്ലോ. എത്ര സ്ഥലത്ത് ചെക്കിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റിവിട്ടെന്നറിയോ? പ്രധാനമന്ത്രി പ്രസിഡന്റ് വരുന്നതുകൊണ്ടല്ല, എനിക്ക് സുരക്ഷയൊരുക്കി പോലീസ് കാവല് നിൽക്കുന്നതാ. സത്യാണോ? സത്യം. ഇന്നലെ ഭഗവാൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പോ നിങ്ങൾക്ക് എന്റെ ശവം കൂടി കൊണ്ടുപോകാമായിരുന്നു. അങ്ങനെയൊന്നും പറയില്ലേ അച്ഛാ. മഹിയുടെ കൂട്ടുകാരൻ പോലീസിന്റെ ജോലി കൂടെ പോയെന്നെ. അച്ഛാ, അച്ഛനെ രക്ഷിക്കാൻ ഭഗവാൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഭഗവാനോ? അത് കൊള്ളാലോ. നമ്മൾ നല്ലത് മാത്രം ചെയ്ത് മനസ്സുരുകി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ നമ്മളെ കൈവിടില്ല. അങ്ങനെയൊക്കെയാണോ?
അത് കൊള്ളാലോ. തന്റെ ഭഗവാനോട് എന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. തന്റെ എന്ത് കാര്യം പറയാനാ? എടോ, ഞാനിങ്ങനെ പുര നിറഞ്ഞ് നിൽക്കുമല്ലേ, എനിക്കും വേണ്ട ഒരു കുടുംബവും കല്യാണവും കുഞ്ഞും. നല്ല കഥയായി. എടോ മാഷേ, തനിക്ക് പെണ്ണു നോക്കലല്ല ഭഗവാന്റെ ജോലി. അല്ല, തനിക്ക് വെച്ചൊരു പെണ്ണിനെ ഇപ്പൊ എവിടുന്ന് കണ്ടുപിടിക്കും? അച്ഛാ, ആ വനിതാ ജയിലെങ്ങാനും ആദ്യത്തെ ഭർത്താവിനെ തല്ലിക്കൊന്നതോ വിഷം കൊടുത്തു കൊന്നതോ ആയ ഏതെങ്കിലും നല്ല പെണ്ണുങ്ങളുണ്ടെങ്കിലേ, അതിപ്പോ സൈനൈഡ് കൊടുത്തു കൊന്നായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാം കെട്ടിന് തയ്യാറായിട്ടേ ഇവിടെ ഒരു പയ്യൻ നിപ്പുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ദാസേട്ടാ, ഇപ്പൊ മനസ്സിലായല്ലോ മോളുടെ കയ്യിലിരിപ്പ് എന്താണെന്ന്. ആ പാവമ്മ എങ്ങനെ സഹിക്കുന്നെന്തോ. ഈ സ്വഭാവം വെച്ച് തന്നെ കെട്ടാൻ ആര് വരുമെന്നോ. ആ, താനൊരു കാര്യം ചെയ്യും, ആ ഭഗവാനെ അങ്ങ് കെട്ടിക്കോ. കെട്ടൂടോ, വേണ്ടി വന്ന ഞാൻ ഭഗവാനെ തന്നെ കെട്ടും. തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് കെട്ടും. ഓ, സന്തോഷം. അതോടെ ഭഗവാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമല്ലോ. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് കഴിഞ്ഞെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇനിയിപ്പോ അധിക സമയം ഹോസ്പിറ്റലിൽ കിടത്തുമെന്ന് തോന്നുന്നില്ല. അറിയാം ദാസേട്ടാ, ഇവിടെയും സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. എന്തോ ഇപ്പോ എനിക്ക് ജാമ്യം കിട്ടുമെന്നൊരു തോന്നൽ. അപ്പോ നമ്മൾ ജാമ്യം വാങ്ങും ദാസേട്ടാ.